परम शांति മാ ബാബുജിക്ക കോടി കോടി പ്രണാമം. ഇന്നത്തെ വിഷയമാണ് നമ്മുടെ ഭാഗ്യം നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ ജന്മം നമ്മൾ ഈ ഭൂലോകത്തിൽ ജനിച്ചത് പരമാത്മയെ ലയിക്കാൻ വേണ്ടിയിട്ടാണ്. പുതിയ ലോകം സൃഷ്ടി ചെയ്യാനാണ്. പക്ഷേ പശുവിന് അധികാരം കൊടുത്തിട്ടില്ല. മനുഷ്യന് മാത്രമേ അധികാരം നൽകിയിട്ടുള്ളൂ ഭഗവാൻ. നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ചെയ്താൽ നിങ്ങൾ തന്നെ ആ കർമ്മം ഇല്ലാതാക്കണം. അതിന് എത്ര ജന്മം ജനിക്കണം എന്ന് നിങ്ങൾക്കറിയില്ല. മനുഷ്യന് ഭഗവാനാകാം. നിങ്ങൾ ഇവിടെ ജന്മം എടുത്തിരിക്കുന്നത് ഭാഗ്യം കൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് ഭഗവാനാകാം, നിങ്ങൾക്ക് എല്ലാം ആകാം. ഒരു നിമിഷം കൊണ്ട് ആ ഭഗവാനിൽ ലയിക്കാം. മോക്ഷപ്രാപ്തി നിങ്ങൾക്ക് കിട്ടും. ഇതാണ് കർമ്മ ഭൂമി എന്ന് പറയുന്നത്. കുറച്ച് ആധ്യാത്മികം പഠിച്ച് ഭഗവാന്റെ വാണി കേട്ടത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് മുക്തി കിട്ടുകയില്ല. മുക്തി കിട്ടണമെങ്കിൽ ധ്യാൻ പഠിച്ച് പരമാത്മയിൽ ലയിക്കണമെങ്കിൽ ആത്മജ്ഞാൻ, ബ്രഹ്മജ്ഞാൻ പഠിക്കണം. എന്നാലേ ആ ചൈതന്യത്തിൽ ലയിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ചിന്തിക്കും, കല്യാണം കഴിക്കണം, കുട്ടികൾ ഉണ്ടാകണം, പിന്നെ അവരുടെ കാര്യം നോക്കണം, അച്ഛനമ്മമാരുടെ കാര്യം നോക്കണം, എന്നിട്ട് അവസാനം ആധ്യാത്മിക റൂട്ടിൽ വരാം എന്ന് വെച്ചാൽ ഈ 5 തത്വത്തിൻ്റെ മായ പ്രബലമാണ്. ഇതിൽ നിന്ന് മുക്തമാകണമെങ്കിൽ ദൃഢനിശ്ചയത്തോടു കൂടി ആധ്യാത്മികം പഠിക്കണം. നിങ്ങൾ മോഹവലയത്തിൽപ്പെട്ട് കറങ്ങുമ്പോൾ വീടിനെ നോക്കുമോ ആധ്യാത്മികം പഠിക്കണമോ? നിർണയം നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. ഉപാസന ഉള്ള ആൾ പിന്നിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പിന്നിൽ നരകം, മുന്നിൽ സ്വർഗം. ഇവ അറിയുന്നവരും ഈ മായയിൽപ്പെട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പരമാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ 60-70 വയസ്സിൽ ആധ്യാത്മികത്തിൽ വരുന്ന സമയത്ത് രോഗം പിടിപെടും. പിന്നെ മൂത്ര വിസർജനം ചെയ്യുമ്പോൾ എങ്ങനെ ആധ്യാത്മികം പഠിക്കും? അതിനാലാണ് ചെറിയ വയസ്സിൽ ആധ്യാത്മികം പഠിക്കണമെന്ന് പറയുന്നത്. ബാബാജി ആയാൽ മോക്ഷം കിട്ടില്ല. വീട്ടിൽ ഇരുന്നുകൊണ്ട് ആധ്യാത്മികം അഭ്യസിക്കുക. ഗൃഹസ്ഥാശ്രമം എല്ലാത്തിനും പരയുള്ള ആശ്രമം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഏത് ഡ്രസ് ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ പരമാത്മ ചിന്തൻ മനനം ചെയ്ത് ആത്മസ്വരൂപം പ്രാപിക്കുന്നവർക്ക് ഏത് ഡ്രസ്സും ഇടാം. വസ്ത്രങ്ങളിൽ അല്ല കാര്യം, ചിന്തനത്തിൽ ആണ് കാര്യം. മനനം, ചിന്തനം അതിപ്രധാനമാണ്. അതുപോലെ ആത്മസ്വരൂപം അതിപ്രധാനമാണ്. പതുക്കെ സംസാരിക്കുക, മെല്ലെ സംസാരിക്കുക, മധുരമായി സംസാരിക്കുക എന്നതാണ് ആധ്യാത്മികത്തിൻ്റെ രീതി. നദിക്കര കടക്കാൻ വേണ്ടി ഒരു തോണിയിൽ ഇരുന്നാൽ, ഒരുപാട് പേർ ആ തോണിയിൽ ഇരുന്നാൽ അവരവരുടെ ലക്ഷ്യത്തിലേക്ക് പോകും. നിങ്ങളെ ആരും ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ സ്ഥലത്തോട്ട് പോകും. ഇതാണ് ജീവിതം. ആർക്കും ആരെയും സ്വന്തമല്ല. നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല. എല്ലാവരുടെ ലാഭത്തിന് വേണ്ടിയാണ് സ്നേഹിക്കുന്നത്. ഒരാൾ മരിച്ചാൽ ആളുകൾ പറയുന്നത് ഇപ്രകാരമായിരിക്കും: അയാൾ ഉണ്ടായിരുന്നെങ്കിൽ
എനിക്ക് ഹെൽപ്പായിരുന്നു. എനിക്ക് ഒന്നും തന്നെ അറിയണ്ടായിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ഒരുപാട് കണ്ണീർ വാർക്കും. അയാൾ മരിച്ചതിൽ ദുഃഖമല്ല, മറിച്ച് എൻ്റെ സുഖം പോയതിൽ ആണ് ദുഃഖിക്കുന്നത്. ആരും ആർക്കും സ്വന്തമല്ല എന്നറിയുക. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമാണ് സ്വന്തം. ഗൃഹസ്ഥാശ്രമത്തിൽ എല്ലാവരെയും സേവിച്ച് കർമ്മം ചെയ്ത് ആധ്യാത്മികത്തിലൂടെ കർമ്മത്തെ കട്ടാക്കി ആ പരം ചൈതന്യത്തിൽ ലയിക്കാം. എന്നാൽ നിങ്ങൾക്ക് ഒരു കഷ്ടവും ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങളുടെ കർമ്മം കട്ട് ചെയ്യാതെ നിങ്ങൾക്ക് ഈ ഭൂമി വിട്ട് പോകാൻ സാധിക്കുകയില്ല. അടുത്ത ജനനം നിശ്ചിതമാണ്. അത് നിങ്ങളുടെ കർമ്മപ്രകാരമാണ് അടുത്ത ജനനം. 84 ലക്ഷം യോനിയിൽ പെട്ടു കറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. മനുഷ്യർ സംസാര യുഗത്തിൽ എല്ലാവരെയും സേവ ചെയ്ത് ബുദ്ധിമുട്ടിയാൽ എങ്ങനെ എനിക്ക് സുഖത്തെ പ്രാപിക്കാൻ പറ്റും? സമാധാനം എങ്ങനെ കിട്ടും? അപ്പോൾ പരമാത്മാവിൽ അഭയം പ്രാപിക്കുക. ചോദിക്കുക, എങ്ങനെ അങ്ങയിൽ വന്നു ചേരാം എന്ന്. അപ്പോൾ ഭഗവാൻ തന്നെ മാർഗം തുറന്നു തരും. ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ സഞ്ചരിച്ച് അവസാനം വന്ന് നിൽക്കുന്നത് പരമാത്മയുടെ കവാടത്തിൽ ആയിരിക്കും. ഇത് നിശ്ചിതമായ കാര്യമാണ്. എല്ലാവർക്കും മനസ്സിൽ തോന്നണം, എനിക്ക് ആ പരം ചൈതന്യത്തിൽ ലയിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും തന്നെ പറയേണ്ടി വരില്ല ഭഗവാന്റെ അടുത്ത്. പിന്നെ ഭഗവാൻ തന്നെ നോക്കിക്കൊള്ളും. കാരണം ഭഗവാനെ മക്കൾ അതിപ്രിയമാണ്. ഒരാൾ കഷ്ടപ്പെടുന്നാൽ ഭഗവാനിലോട്ട് ലയിക്കണം എന്ന് ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനാണ് പിന്നെ കാര്യങ്ങൾ നോക്കുന്നത്. അവർ ആദ്യം ചെറിയതിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് തൊട്ടിട്ട് ഓരോരോ ദിവ്യ ആളുകളെ കണ്ട് പിന്നെയും പല സ്ഥലങ്ങളിലൂടെയും സഞ്ചരിച്ച് അവർ ആ പരമാത്മയുടെ ചൈതന്യത്തിൽ എത്തിച്ചേരുന്നു. ആ സത് ഗുരുവിനെ പ്രാപിക്കുന്നു. ആ സത് ഗുരു ആത്മജ്ഞാനം, ബ്രഹ്മജ്ഞാനം, പരമാത്മജ്ഞാനം എല്ലാം പറഞ്ഞു തന്ന് ആ പരം ചൈതന്യത്തിലേക്ക് ലയിപ്പിക്കുന്നു. ഇതാണ് പ്രോസസ്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നത്, നീ എന്നെ ഓർക്കുക, നിന്റെ പാപങ്ങളെയെല്ലാം ഇല്ലാതാക്കി നിന്നെ ജനന മരണ ചക്രത്തിൻ്റെ മേലെ എത്തിക്കാം എന്നാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത്. ഗാന്ധാരി രാജവംശത്തിലാണ് പിറന്നത്. അഗ്നിയിൽ നിന്നാണ് ഗാന്ധാരി ഉത്ഭവിച്ചത് തന്നെ. എന്നിട്ട് എന്താണ് കാര്യം? ശ്രീകൃഷ്ണനെ നിത്യം കാണും, സംസാരിക്കും. പക്ഷേ എന്നിട്ട് അവർക്ക് മോക്ഷമുണ്ടോ? ഒരു കാര്യവുമില്ല. അടുത്തിരുന്ന് സംസാരിക്കുന്നു ഭഗവാന്റെ അടുത്ത്, ശ്രീകൃഷ്ണൻ്റെ അടുത്ത് എല്ലാവരും അടുത്തിരുന്ന് സംസാരിക്കുന്നു. എന്നിട്ട് അവർക്ക് മോക്ഷപ്രാപ്തിയുണ്ടോ? കർമ്മമാണ് പ്രധാനം. കർമ്മം, ശ്രീകൃഷ്ണനും കർമ്മത്തിലൂടെയാണ്. കർമ്മത്തിനെ തിരസ്കരിക്കുകയില്ല ഒരാളും. ശ്രീകൃഷ്ണനായിക്കോട്ടെ, ശ്രീരാമനായിക്കോട്ടെ, ആരും കർമ്മത്തെ തിരസ്കരിക്കുകയില്ല. ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് മരിക്കുന്നത്? എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ബാലിയെ നിഗ്രഹിച്ചത് ഒളിഞ്ഞു നിന്നാണ്. അതിൻ്റെ കർമ്മമാണ്. ശ്രീകൃഷ്ണനാൽ ജന്മമെടുത്ത് ശ്രീകൃഷ്ണൻ വനത്തിലോട്ട് തളർന്ന് ഇരിക്കുന്ന സമയത്ത് ഒരു വേടൻ അമ്പെയ്ത്, ഒരു മൃഗത്തിനെയാണ് അമ്പെയ്തത്, പക്ഷെ കൊണ്ടത് ശ്രീകൃഷ്ണൻ്റെ നെഞ്ചിലാണ്. അപ്പോഴാണ് ആ പ്രഭുവിനെ ഞാൻ അമ്പെയ്ത് വീഴ്ത്തിയല്ലോ, അമ്പെയ്ത് പരിക്കേൽപ്പിച്ചല്ലോ എന്ന് ആ വേടൻ മനസ്സിൽ കരയുന്നത്. പക്ഷേ ശ്രീകൃഷ്ണൻ പറയുന്നത്, ഇത് എൻ്റെ കർമ്മമാണ്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ബാലിയെ നിഗ്രഹിച്ചു. അതിനുള്ള കർമ്മഫലമാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത്.
കർമ്മം സത്യമാണ്. കർമ്മം കട്ടാക്കാതെ നിങ്ങൾക്ക് ഈ ജഗത്ത് വിട്ട്, ഈ ഭൂലോകം വിട്ട് നിങ്ങൾക്ക് പോകാൻ സാധ്യമല്ല. നിങ്ങളുടെ അസ്തിത്വത്തെ ഇല്ലാതാക്കാൻ സാധ്യമല്ല. നമ്മൾ ഭഗവാന്റെ അംശമാണ്, പരമാത്മയുടെ അംശമാണ്. ഈ ലോകം മായയാണ്. ഈ മായയിൽ നിന്ന് പുറത്ത് വന്നാലേ ആ ചൈതന്യത്തിൽ, ഈശ്വരനിൽ ലയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ആദ്യം മനസ്സിലാക്കുക. വീഡിയോ ഒരുപാട് നീണ്ടുപോകുന്നു. പരം ശാന്തി, ബേഹദ് കി പരം ശാന്തി. മാ ബാബുജിക്ക് കോടി കോടി പ്രണാമം. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബേഹദ് കി പരം ശാന്തി.